ഗൗരവതരമായ തിരുത്തൽ നടപടികളിലേക്ക് CPM 20 മണ്ഡലങ്ങളിലെ ഫലം വിശദമായി വിലയിരുത്തി. പാർട്ടി വോട്ടിൽ പോലും ചോർച്ചയുണ്ടായി. സംസ്ഥാന സമിതിയിലെ ചർച്ച വിശദമായി കേട്ട ശേഷം തുടർ നടപടിയുണ്ടാകും. 3 ദിവസത്തെ സംസ്ഥാന സമിതിക്ക് ശേഷം വീണ്ടും സെക്രട്ടേറിയറ്റ് ചേരും. വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങൾ CPM നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഘടകകക്ഷിയായ CPIയുടെ ഭാഗത്തുനിന്നൊക്കെ വരുന്ന സമയത്തു കൂടിയാണ് CPM നേതൃയോഗങ്ങൾ തിരുവനന്തപുരത്ത് ചേരുന്നത്. അതുകൊണ്ട് തന്നെ തിരുത്തൽ നടപടികളിലേക്ക് CPM കടക്കുന്നു എന്നുള്ളൊരു പ്രധാന വാർത്തയാണ് ഈ നിമിഷത്തിൽ വരുന്നത്. 20 മണ്ഡലങ്ങളിലെയും ഫലം വിശദമായി തന്നെ വിലയിരുത്തി എന്ന് അറിയുന്നു. പാർട്ടി വോട്ടുകളിൽ ചോർച്ചയുണ്ടായി എന്നുള്ളൊരു വിലയിരുത്തലേക്ക് പാർട്ടി കടന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയുന്ന റിപ്പോർട്ടുകൾ. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ സംസ്ഥാന സമിതിയിലെ ചർച്ച വിശദമായി കേട്ട ശേഷം തുടർ നടപടി ഉണ്ടാകുമെന്നാണ് വിവരങ്ങൾ. VV അരുൺ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, പാർട്ടി വോട്ടിൽ പോലും ചോർച്ചയുണ്ടായി, അതായത് ഇനിയൊരു തിരുത്തൽ നടപടി വേണം എന്ന് പാർട്ടി തീരുമാനിക്കുന്നു എന്നറിയുന്നു. അങ്ങനെ ഒരു വലിയ തോൽവി അല്ലെങ്കിൽ ഒരു തിരുത്തേണ്ട ആവശ്യമുണ്ട് എന്ന് മുഖ്യമന്ത്രി പോലും സമ്മതിക്കാത്ത സാഹചര്യം. അതേസമയം അതിനു വിരുദ്ധമായിട്ട് CPMനകത്ത് നിന്ന് തന്നെ അഭിപ്രായങ്ങൾ വരുന്ന ഒരു സന്ദർഭത്തിലൊക്കെ കൂടിയാണ് പാർട്ടിയിൽ തന്നെ ആ ചർച്ച നടക്കുകയും ആ തരത്തിൽ ചർച്ച നടന്നു എന്നുള്ള റിപ്പോർട്ട് വരികയും ചെയ്തത്. ഏതെല്ലാം തരത്തിൽ തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്യപ്പെട്ടു, എന്ത് തരത്തിലുള്ള ഒരു തിരുത്തലിലേക്ക് കടക്കാനുള്ള സാധ്യത ചർച്ച ചെയ്യപ്പെട്ടു എന്നൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. 2 ദിവസമാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത്. വിശദമായ ചർച്ച തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് നടത്തി. 20 മണ്ഡലം കമ്മിറ്റികളുടെയും റിപ്പോർട്ടുകൾ വിശദമായി തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിശോധിച്ചു. മണ്ഡലം കമ്മിറ്റിയുടെ ചുമതലയുള്ള സംസ്ഥാന സെക്രട്ടറികൾ ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് പുറമെ ഈ മണ്ഡലം കമ്മിറ്റി ചുമതലക്കാരെ നേരിട്ട് സംസ്ഥാന സെക്രട്ടറി KSMലേക്ക് വിളിച്ചു വരുത്തി റിപ്പോർട്ട് വാങ്ങിയിരുന്നു. അതിന്മേലും ചർച്ച നടന്നു. ഗൗരവതരമായ തിരുത്തൽ നടപടികൾ വേണമെന്ന അഭിപ്രായമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നത്. തിരുത്തൽ നടപടികൾക്ക് ഒരു മാർഗരേഖയുണ്ടാക്കും. സംസ്ഥാന സമിതിയുടെ അഭിപ്രായം കൂടി കേട്ട ശേഷമാകും ആ മാർഗരേഖ. അപ്പോൾ നാളെ മുതൽ 3 ദിവസം സംസ്ഥാന സമിതി യോഗം ചേരും. ആ സംസ്ഥാന സമിതിയിൽ വിശദമായ ചർച്ച ഈ മാർഗരേഖയിൽ നടക്കും. അതിനുശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നാകും മാർഗരേഖയ്ക്ക് അന്തിമ അംഗീകാരം നൽകുക. മാർഗരേഖ ഏത് തരത്തിൽ വേണമെന്ന തീരുമാനമുണ്ടാവുക. തിരുത്തൽ നടപടികൾ കൃത്യമായി വേണമെന്നൊരു പൊതുവികാരമാണ് യോഗത്തിൽ ഉണ്ടായത്. ഏതെങ്കിലും വിമർശനങ്ങൾ സർക്കാരിനെതിരെയോ അല്ലെങ്കിൽ മറ്റ് മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ ഉണ്ടായത് കാര്യത്തിൽ വ്യക്തതയില്ല. ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്നത് നേരത്തെ CPI നേതൃത്വം തിരിച്ചറിഞ്ഞ വസ്തുതയാണ്. മണ്ഡലം കമ്മിറ്റികളിലും മറ്റും അത്തരം ചർച്ചകൾ സജീവമായി ഉണ്ടായിരുന്നു. സംസ്ഥാന സെക്രട്ടറി യോഗത്തിന് അത്തരം ചർച്ചകൾ വന്നു എന്ന കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വേണ്ടി വരും. ഏതായാലും തിരുത്തൽ നടപടികൾ, സമഗ്രമായ തിരുത്തൽ വേണമെന്ന അഭിപ്രായം സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മാർഗരേഖ തയ്യാറാക്കാനും CPMന്റെ സംസ്ഥാന സെക്രട്ടറി തീരുമാനിച്ചിട്ടുണ്ട്. VV അരുൺ വിവരങ്ങൾ നൽകിയത്.